ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സഹനവും നമ്മുടെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ശുദ്ധീകരണമാണ് ഭൂമിയിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ മുഖം ദർശിക്കും, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോടൊപ്പം ചേരും. അപ്പൊ നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ വ്യക്തി ജീവിതം എന്നത് നമ്മുടെ ആത്മാവിന്റെ യാത്ര കൂടിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ദാമ്പത്യം ഉൾപ്പെടെയുള്ള മേഖലകളിലെ സഹനങ്ങളിൽ നിന്നും ഓടി ഒഴിക്കരുത്, അത് ഏറ്റെടുക്കണമെന്ന് പറയുന്നത്. പലരും സഹനത്തിന്റെ മേഖലകളിലെ സമയത്ത് തന്നെയാണ് ദൈവാനുഭവത്തിലേക്ക് വന്നിട്ടുള്ളത്. ദൈവാനുഭവത്തിലേക്ക് വന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദൈവിക പദ്ധതികളെ കുറിച്ചും ദൈവത്തിന്റെ തീരുമാനങ്ങളെ കുറിച്ചും ദൈവം എന്താണ് എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സഹനം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന്റെ ഭാഗമായിട്ട് കുടികൊള്ളും, ഉണ്ടായിരിക്കും. പിന്നെ ഈ ദാമ്പത്യത്തിന്റെ മേഖലയിലെ ഞാൻ ഇത്തരത്തിൽ മറിച്ചൊരു ചിന്ത ഞാൻ പറഞ്ഞതിന്റെ പുറകിലുള്ള കാരണം, ആ ഒരു ആത്മാവിനെ രക്ഷിക്കുക എന്നതാണ് ഏതൊരു സഹനത്തിന്റെയും പുറകിലുള്ള കാരണം. അതായത് നിങ്ങൾ വഴി ആ മറ്റേ വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സഹനം ആ വ്യക്തിയെ രക്ഷിക്കുന്നു. അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. വിവാഹത്തിന്റെ 20-ാം വർഷമായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ 40-ാം വർഷമായിരിക്കും ചിലപ്പം അദ്ദേഹം ഇങ്ങനെ അങ്ങ് പോകും. പക്ഷെ നിങ്ങളുടെ സഹനം ആ ഒരു കുടുംബത്തെ പിടിച്ചു നിർത്തുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ഒരു ഇട്ട് പോകുന്നില്ല, നിങ്ങൾ ആ വ്യക്തിയോട് കൂടെ തന്നെ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളൊരു മക്കളും കുടുംബമൊക്കെ ആയിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നുണ്ടായിരിക്കാം. സഹനം സഹിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടെങ്കിലും അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ നിങ്ങളുടെ വിളിയാകാം, നിങ്ങളുടെ കൃപയാകാം, നിങ്ങൾക്ക് അതിനുള്ള കൃപ കിട്ടുന്നുണ്ടാകാം. സോ വിവാഹം ഉൾപ്പെടെയുള്ള നമ്മുടെ മറ്റ് സഹന മേഖലകളിലൊക്കെ ഇപ്പൊ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അവര് നോക്കുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അതെല്ലാം നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിള്, സുവിശേഷ വേലയിൽ അനുഭവിക്കുന്ന സ്ട്രഗിൾ, ഇതെല്ലാം നമ്മുടെ സോളുമായിട്ട്, നമ്മുടെ ആത്മാവുമായിട്ടൂടെ കണക്ട് ചെയ്തതാണ്. അപ്പൊ നമ്മൾ തന്നെ സ്വയം വിശുദ്ധീകരിക്കപ്പെടുകയും നമ്മുടെ സഹനം വഴി മറ്റേയാളെ രക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ സഹനം എങ്ങനെ വേണമെങ്കിലുമുള്ള സഹനമാകാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സഹനത്തിൽ നിന്ന് ഓടി ഒളിക്കരുത് എന്ന് പറയുന്നത്. അതേസമയം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടുപേരും ഇരുട്ടിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് അയാളെ രക്ഷിക്കാൻ പറ്റുന്നുമില്ല, നിങ്ങൾ സ്വയം നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാവുന്ന ഒരു അവസ്ഥയിൽ ആണ് ഞാൻ നിങ്ങളോട് വിവേകപരമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ഇനി ഈ സഹനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു ശുദ്ധീകരണമാണ്. ഇവിടെ ഭൂമിയിൽ നമ്മൾ സഹിച്ചില്ല എങ്കിൽ, ഭൂമിയിൽ നമ്മൾ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയില്ല എങ്കിൽ, നമ്മുടെ ദൈവിക രഹസ്യങ്ങൾ നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെട്ടില്ല എങ്കിൽ, ദൈവിക പദ്ധതികൾ നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെട്ടില്ല എങ്കിൽ, മരണശേഷം ദൈവത്തിന്റെ മുഖം കാണുന്നതിന് നമുക്ക് ഒരു തടസ്സമായി മാറിയേക്കാം. അതായത് ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ഒരു സഹനം നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖം കാണുന്നതിന് അതൊരു തടസ്സം വന്നേക്കാം. കാരണം ദൈവം നിങ്ങളുടെ ശുദ്ധീകരണ പ്രക്രിയ ഒരു പക്ഷെ ഒരു വേദനിപ്പിക്കുന്ന ഒരു പങ്കാളിയിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ഭൂമിയിലുള്ള ഒരു ശുദ്ധീകരണം നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉണ്ട്, അതൊരു ആത്മാവുമായി ബന്ധപ്പെട്ട രഹസ്യമാണ്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടി കഴിഞ്ഞാൽ നിങ്ങളുടെ ശുദ്ധീകരണ പ്രക്രിയ കുറച്ച് പ്രയാസമായേക്കാം, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നതിന് തടസ്സമായേക്കാം. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രഹസ്യമാണ്. ഇത് നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആത്മീയതയിലേക്ക് വരണം, ദൈവത്തെ അറിയണം, അനുഭവിക്കണം, ദൈവത്തെ അന്വേഷിക്കണം. അപ്പൊ മാത്രമാണ് നിങ്ങളുടെ ജീവിതമായ രഹസ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ മൂന്നാമതൊരാൾ എത്ര പറഞ്ഞു തന്നാലും നിങ്ങളുടെ ലൈഫിലുള്ള ആ കാര്യങ്ങളെ കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചില സഹന മേഖലകൾക്ക് ഇത്ര കാലഘട്ടം അത് ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിനുശേഷം മറ്റൊരു തരത്തിലായിരിക്കും എന്റെ ജീവിതം എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഞാനും പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ ദൈവഹിതത്തിന് വിരുദ്ധമായി ഞാൻ പ്രവർത്തിച്ചാലും എന്റെ ആത്മാവിന്റെ രക്ഷ, അല്ലെങ്കിൽ ഞാൻ സഹിക്കേണ്ട ചില സഹനങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചാല് എന്റെ ആത്മാവിന്റെ രക്ഷയും പ്രശ്നത്തിലാകും. അപ്പൊ അതുകൊണ്ട് തന്നെ സഹനത്തിന് മരണാനന്തര ജീവിതവുമായിട്ട് ബന്ധമുണ്ടെന്നും ഭൂമിയിൽ നിങ്ങൾ സഹിച്ചാൽ ശുദ്ധീകരണ സ്ഥലത്ത് പോകാതെ തന്നെ ദൈവത്തിന്റെ മുഖം കാണാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ പ്രത്യേകമായി ദാമ്പത്യം എന്ന് പറയുന്നത് സഹനമായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും അതിനകത്തും നിങ്ങളുടെ ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴയാണ്, എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്കിലും ഇതുകൂടെ പറഞ്ഞാലേ ഈ വിവാഹം ഉൾപ്പെടെയുള്ള സഹനത്തിന്റെ ഒരു തലം കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സഹനം മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു അസറ്റാണ്, ഒരു സമ്പാദ്യമാണ്. അപ്പൊ അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം സഹനങ്ങളെ ഏറ്റെടുക്കണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. സഹനം എന്നാൽ രക്ഷ എന്നാണ് അർത്ഥം. ആരെങ്കിലും രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ സഹനം ഏറ്റെടുക്കുക. നിങ്ങൾ തന്നെയും നശിച്ചു പോവുകയാണ്, നിങ്ങൾ തന്നെയും നഷ്ടപ്പെട്ടു പോവുകയാണ്, നിങ്ങളുടെ മക്കളും നഷ്ടപ്പെട്ടു പോവുകയാണ്, അങ്ങനെയൊക്കെയുള്ള നശിക്കാനല്ല ഒരിക്കലും ഒരു സഹനം തരുന്നത്. അപ്പൊ അത് വേർതിരിച്ചറിഞ്ഞ് പേഴ്സണൽ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി സഹനത്തെ സ്വീകരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.